ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളിയും. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ചായൻ്റെ വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. ദോശയും ചട്ടിനിയും ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അതിന് ആ ദോശക്കുള്ള ചട്ടിയൊക്കെ ചൂടാകാൻ വേണ്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ദോശ എന്ന് പറഞ്ഞാൽ ചിലയിടത്തൊക്കെ നമ്മൾ സാധാരണ അരി അരച്ച് അപ്പം ചുടുന്ന ദോശക്കാണ് ചില നാട്ടിലൊക്കെ ദോശ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ ഉഴുന്ന ദോശക്കാണ് ദോശ എന്ന് പറയൽ. അപ്പം തലേ ദിവസം തന്നെ രാവിലെ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി അരച്ച് മാവ് കൂട്ടി വെച്ചതാണ്. അപ്പോൾ അതാ നമ്മൾ ദോശ ചുടിൻ്റെ അടിയിൽ നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിയിട്ട് അവിടെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചായൻ്റെ വെള്ളം അവിടെ പൊടിയിട്ട് അവിടെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ദോശയും കൂടി പറന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ചട്ടിനി, ഈ ദോശ ആകുമ്പോഴേക്കും നമുക്ക് ചട്ടിനിക്കുള്ള നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ എന്താ ഞാൻ നാളികേരമൊക്കെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം സാധാ ചട്ടിനിയാണ് കേട്ടോ. നമ്മൾ പച്ചമുളകും ഉപ്പും ഇഞ്ചിയൊക്കെ ഇട്ട് കാണ്ട് അരക്കില്ലേ, സാധാരണ എന്താ വെള്ള ചട്ടിനിയാണ്. അതാ കടുക് ഇട്ട് പൊട്ടിച്ചാണ്, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച നാളികേരവും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ചായയും കടിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെതാ ചായയും കടിയൊക്കെ റെഡി ആയപ്പോൾ ഞാൻ നമ്മളെ സോബീനെ വിളിച്ചോണ്ടിട്ടുണ്ട് കേട്ടോ. മദ്രസക്ക് പോകാൻ വേണ്ടിയതാണ്. അപ്പോൾ അവൾ പുറപ്പെട്ട് ചായ കുടിക്കുകയാണ്. അങ്ങനെ ഓളെ ചായ കുടി കഴിഞ്ഞ് ഓളെ മദ്രസക്ക് പറഞ്ഞേച്ചിപ്പോൾ ഞാനും ചായ കുടിച്ചിട്ടോ. എന്നിട്ട് ഇപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഇന്ന് റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കണേ. എന്തോ ഒരു മടി അടുപ്പിൽ തീ കൂട്ടാൻ. അപ്പോൾ വേഗം റൈസ് കുക്കർക്ക് ആക്കാമെന്ന് കരുതി. അങ്ങനെ ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് പാത്രം കഴുകാനുണ്ട് കേട്ടോ. ഇത് ആകണത് കഴുകി വെക്കാഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്നായിട്ടൊരു കുന്നുകൂടിയാൽ അതിലേറെ തൽപ്രാന്തിയേക്കാരം. അപ്പോൾ എല്ലാവരും ഒപ്പം ചായ കുടിച്ചാലും ഇങ്ങോട്ട് കിട്ടൂല ഇവിടെ മക്കളെ. ഓരോ നേരത്തെ ഓരോന്നേരം നീച്ചെന്നാണ് അങ്ങനെ ചായ കുടിച്ചും. അപ്പോൾ എന്നാലും ഓല് മദ്രസ ഇട്ട് വന്നാണ്ട് കുടിച്ചണതും പിന്നെ ഒക്കെ ഉണ്ടാകും. പിന്നെ ഓല് സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പാത്രം കഴുകാൻ പിന്നെയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആകണത് അങ്ങനെ കഴുകി വെക്കലാണ് കേട്ടോ ഞാൻ. ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഈറേക്കാരം നമുക്ക് സിങ്കക്കാട് നോക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിന് കണ്ടല്ലോ എന്ന് കരുതി കേട്ടി ഞാൻ ആദ്യം തന്നെ ആയത് അങ്ങനെ കഴുകി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ മുഴുവനായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ അപ്പോഴേക്ക് നമ്മളെ ചോറിന് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി എടുത്ത് നന്നായിട്ട് കഴുകിക്കണം കേട്ടോ. കഴുകിയെടുത്ത അരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ടതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അരി അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതവിടെ തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കിഴങ്ങാണ് കേട്ടോ ഒന്ന് പൊരിച്ചത്. കുറച്ച് സോയാബീൻ ഉണ്ട്, അത് വരട്ടും ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ കിഴങ്ങൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മസാല തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മൾ എണ്ണയൊക്കെ ചൂടാകാൻ അതിൻ്റെ അടുക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായ എണ്ണയൊക്കെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിഴങ്ങട പൊരിച്ചാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി അതാണ് സമയം കൊണ്ട് നമുക്ക് പച്ചക്കായ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ 2-3 പച്ചക്കായൻ്റെ ഉള്ളതിന് കേട്ടോ. ഉപ്പേരി വെക്കാനും മാത്രമല്ല. അപ്പോൾ ഇവിടെ കുറച്ച് പരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പും പച്ചക്കായ ഇട്ട് കറി വെക്കാമെന്ന് കരുതിയാണ്ട് പച്ചക്കായൊക്കെ ഇതാ തൊലിയൊക്കെ കളഞ്ഞാണ്ട് പരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അങ്ങനത് നമ്മൾ പച്ചക്കായൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മൾ പരിപ്പൊക്കെ കഴുകിക്കാണ്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതൊക്കെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഇട്ട് കാണാൻ കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ നാളികേരം അരക്കുമ്പോൾ അതിക്ക് ചെറിയ ഉള്ളിയും നല്ല ജീരകവും ഇട്ടിട്ടാണ് നാളികേരം അരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറി അവിടെ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിജുട്ടനെ ഇവിടെ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളുണ്ടോയെന്നൊക്കെ ചോദിച്ചിക്കാണ്ടാണ് നീച്ച് വന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂളൊന്നും ഇല്ലേനല്ലോ. അപ്പം മുഖത്തിന് വലിയൊരു തെളിവൊന്നും ഇല്ല കേട്ടോ സ്കൂളുണ്ടെന്ന് പറഞ്ഞപ്പം. ഇപ്പോൾ എന്നിട്ടിതാ ഞാൻ കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കുകയാണ്. അതിൻ്റെ അടിയിൽ ഓന് സൂപ്പർ എന്ന് പറഞ്ഞതാണ് കേട്ടോ ചൂണ്ടിക്കാട്ടി തന്നത്. അപ്പോൾ ഞാൻ തേങ്ങ ചിരകേണ്ട കണ്ടപ്പം ഓന് രസം തേങ്ങ അച്ചും തരും വെച്ച് അപ്പോൾ ഞാൻ കുറച്ചേക്ക് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഓനോട് ഇനി ചോദിച്ചിരുന്നിട്ട് പറഞ്ഞാണ്ട് അപ്പോൾ ഓന് കുറച്ച് മതി പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ കുറച്ചിട്ടെന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നാളികേരമൊക്കെ ചിരകി അരച്ചെടുത്ത് വന്നപ്പോക്കിനി നമ്മൾ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കുകയാണ്. അതവിടെ തിളപ്പിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ ചോറും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കട്ടെ. അപ്പം അത് ഊറ്റിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കറി തൂമിച്ചാനുള്ള ചട്ടി അവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് കേട്ടോ. എണ്ണ ചൂടാക്കിയെടുത്ത് കടുകും കരിവേപ്പിലും ഇട്ട് കൊടുത്ത് കാണ്ടാന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാം റെഡി ആയിട്ടോ. പിന്നെ സോയാബീൻ ഉണ്ടാക്കണത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് തന്നെ ഉള്ളതിനും അവർക്ക് 3 ആൾക്കും സ്കൂൾക്ക് കൊടുത്തേക്കാനും മാത്രം തന്നെ ഉള്ളതിനും. അപ്പോൾ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചോറൊക്കെ പാത്രത്തിലാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കൂട്ടാൻ സോയാബീനും കിഴങ്ങും ഒന്നിക്ക് തന്നെ ഇട്ടിട്ട് സൂബി അവിടെ നിന്ന് ചൂണ്ടിക്കാട്ടി ഇങ്ങനെ പറയാണ്, രണ്ടും ഒന്നിലിടല്, കിഴങ്ങ് പൊരിച്ചത് വേറെ പാത്രത്തിലിട്ടരി, അവിടെ നീലമൂടിയുള്ള പാത്രമല്ല ഈ കിട്ടരി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓള് ആ റോസ് പാത്രം എടുത്ത് അപ്പോൾ മറ്റോ വന്ന് കാണ്ട് അറിയണ്ട അതിച്ച് വേണമെന്നൊക്കെ പറയുന്നു കേട്ടോ. അവിടെ നല്ല കച്ചറൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാനിതിൽ നിന്ന് വോയിസ് കട്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓളെടുത്തുനിന്ന് ആ പാത്രം വാങ്ങിക്കാണ്ട് അത് ഓന് മാണോലോ ഇജ്ജ് മറ്റേ നീലമുടിയുള്ള പാത്രം കൊണ്ടേക്കോന്ന് പറഞ്ഞിട്ട് ഓക്കയിലാക്കി കൊടുത്തു. ഓന് റോസ് പാത്രത്തിലാക്കി കൊടുത്തേക്കാണ്. അപ്പോൾ ഓന് നോക്കുകയാണ് എന്തൊക്കെ ഇട്ടത് നോക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഒന്നിൽ തന്നെ മതി എന്നാണ് ഓൻ പറയുന്നത് കേട്ടോ. വേറെ വേറെ ആക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പാത്രം നയിക്ക് തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒക്കെ ആക്കി വെച്ച് കൊടുത്തിന്. അപ്പോൾ ഇതാ നമ്മളെ ധോബി സ്കൂൾക്ക് പോകാൻ പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ ഓളെ പോക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ റിജുവിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓനൊന്ന് മാറ്റിച്ചു കൊടുക്കട്ടെ. അപ്പം ഇപ്പം ഇന്ന് ടാഗ് കിട്ടിക്കുന്നു കേട്ടോ. ആ കൗത്തിലിടുന്ന സാധനം അതൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പോൾ അത് നമ്മളെ റിജുവിൻ്റെ വണ്ടിയും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓന് കയറി പോവുകയാണ്. അപ്പോൾ ഓന് മുന്നിൽ തന്നെ കേട്ടോ. ഇപ്പോൾ എപ്പോഴും ഓന് ഇരിക്കുള്ളൂ. ഓന് ഒരു വാശിയാണ് മുന്നിൽ തന്നെ ഇരിക്കണമെന്ന്. അപ്പോൾ ഞാൻ അവനോട് പറയാം ശരിക്ക് പിടിച്ചിട്ട് ഇരിക്കണം മുന്നിലിരിക്കുമ്പോൾ. അങ്ങനെ ഓനും പോയി കേട്ടോ. അങ്ങനെ ഓൻ്റെ പോക്ക് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി പാത്രമൊക്കെ കഴുകാനുണ്ടേനു. അതൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ നന്നാക്കാൻ കേട്ടോ. മീൻ സൂതമീനാണ്. ചില നാട്ടിലൊക്കെ ഇതിന് ചൂരാന്നൊക്കെ പറയില്ലേ. നമ്മളവിടെ മലപ്പുറത്തിന് സൂതാന്നാണ് കേട്ടോ പറയുക. ഇപ്പോൾ നന്നാക്കാൻ എളുപ്പമാണല്ലോ സൂതമീനൊക്കെ ആയാൽ. മക്കൾക്കുള്ളതൊക്കെ ഉണ്ടാക്കി ഓല് പോയാൽ തന്നെ പകുതി പണി ഒരുങ്ങിയ മാതിരിയാണല്ലേ. പിന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് വേഗം കെട്ടിയിരിക്കാം. അങ്ങനത്തെ മീനൊക്കെ നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമ്മൾ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മസാല കൂട്ടണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടി ഇട്ടിട്ടാണ് കേട്ടോ. ഞാൻ ചിലപ്പം മീൻ മസാല കൂട്ടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇടും. ഇന്നിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. വെറും മസാലപ്പൊടികൾ മാത്രമേ ഇടണുള്ളൂ. ചില ദിവസം അങ്ങനെ മടിയാണ്. രാവിലെ തന്നെ മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നാമത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ ഞാൻ ഒന്നിപ്പോൾ തൊലിച്ചാനാവില്ലാന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ നന്നാക്കി അവിടെ മസാലയൊക്കെ തേച്ച് കണ്ട് ഫ്രിഡ്ജിലവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മസാല പിടിച്ചുന്ന സമയം കൊണ്ട് നമുക്ക് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു തരാൻ രീതിയാണ്. മുറ്റമൊക്കെ ഒന്ന് അടിച്ചു തരിക്കാൻ കേട്ടോ. രാവിലെ മുറ്റടിച്ചു തരാൻ ഒഴിവ് കിട്ടലില്ല കേട്ടോ. ഈ കുട്ടികൾക്ക് ചോറും കൂട്ടാനും കൊണ്ടുപോകേണ്ടതുകൊണ്ട് രാവിലത്തെ ചാടി കഴിഞ്ഞാൽ വേഗം ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ നിൽക്കും. അപ്പോൾ പെരും വെയിലാണ് കേട്ടോ. വെയിലുണ്ടായിട്ടാണ് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നത്. എന്താ വെയിൽ അറച്ചാൽ പെരും പൊള്ളലാണല്ലേ. പുറമൊക്കെ ഇങ്ങനെ പൊള്ളുണ്ട് കേട്ടോ വെയിലുകൊണ്ട്.
അങ്ങനെ മിറ്റടിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അതാ മീൻ പൊരിച്ചാൻ വേണ്ടി ഇപ്പോൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല വെച്ച മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിറ്റടിച്ചരി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല വെയിലല്ലേ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഉപ്പേരിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഈ കറിയും ഈ മീൻ പൊരിച്ചതും തന്നെ ഉള്ളൂ. പിന്നെ സോയാബീന് കുറച്ചുള്ളതിന് അത് കുട്ടികൾക്കും കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് പൊരിച്ചത് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ മീനും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരെ